ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ. ഗാസയിൽ 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, ഈ ഒരു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം, നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. 32 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറെ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 32 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസ സിറ്റിക്ക് പടിഞ്ഞാറുള്ള ഷെയ്ഖ് റദ്വാൻ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഖാൻ യൂനീസിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുമാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 32 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒക്ടോബർ 10, അതായത് 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗാസയിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ടൊരു ആക്രമണമാണിത്. കഴിഞ്ഞ ദിവസം ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചതിന് മറുപടിയായാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം. അതുപോലെ തന്നെ ഗാസ സിറ്റിയിൽ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഷെയ്ഖ് റദ്വാൻ പോലീസ് സ്റ്റേഷന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ആ വ്യോമാക്രമണത്തിൽ ഓഫീസർമാർ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഖാൻ യൂനീസിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ വ്യോമാക്രമണത്തിൽ ആകെ 32 പേരാണ്, സ്ത്രീകളും കുട്ടികളും അടക്കം 32 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ബോംബ് വീണ് 3 കുട്ടികളും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ റഫേൽ ഒരു തുരങ്കത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഹമാസ് കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗാസയിൽ ഏറ്റവും അധികം പേർ മരണപ്പെട്ട ഒരു ആക്രമണം കൂടിയാണിത്. എന്തായാലും ഈ ഒരു വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ആകെ 513 പേർ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രയേൽ ഗാസയിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 32 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഖാൻ യൂനീസിലെ അഭയാർത്ഥി ക്യാമ്പിലും അതുപോലെ തന്നെ ഷെയ്ഖ് റദ്വാൻ പോലീസ് സ്റ്റേഷനിലുമാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രയേൽ നടത്തുന്ന വലിയൊരു വ്യോമാക്രമണം തന്നെയാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു വ്യോമാക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചതിന് മറുപടിയായാണ് ഇത്തരമൊരു വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. എന്തായാലും ഈ ഒരു വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 32 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദീപ്തി, ശരി. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ 32 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുണ്ട്. ഗാസയിൽ 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. അഞ്ജു ജയാണ് വിവരങ്ങൾ നൽകിയത്.